ഒടുവിൽ കള്ളനെ പിടിച്ചുകെട്ടി വൈക്കം വെള്ളൂർ പോലീസ്. കഴിഞ്ഞ രാത്രി മുഴുവൻ 15ഓളം പോലീസുകാരുടെ ഉറക്കം കെടുത്തി വട്ടം ചുറ്റിച്ച കള്ളനെയാണ് പിടിച്ചുകെട്ടിയത്. ഒടുവിൽ കള്ളനെ പിടിച്ചുകെട്ടി വൈക്കം വെള്ളൂർ പോലീസ്. കഴിഞ്ഞ രാത്രി മുഴുവൻ 15ഓളം പോലീസുകാരുടെ ഉറക്കം കെടുത്തി വട്ടം ചുറ്റിച്ച കള്ളനെയാണ് പിടിച്ചുകെട്ടിയത്. കഴിഞ്ഞ രാത്രിയിൽ മോഷണശ്രമം നടത്തുന്നതിനിടെ വീട്ടുകാർ ഉണർന്നതിനെ തുടർന്ന് ഓടി രക്ഷപ്പെട്ട നിരവധി മോഷണക്കേസിലെ പ്രതിയായ കന്യാകുമാരി മൻകോട് സ്വദേശി എഡ്വിൻ ജോസിനെയാണ് നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ പിടികൂടിയത്. വെള്ളൂർ പൈപ്പ് ലൈൻ ഭാഗത്തെ വീടിന് സമീപത്തായുള്ള വാഴത്തോട്ടത്തിൽ ഒളിച്ചിരിക്കുന്നതിനിടയിലാണ് പോലീസ് പിടിയിലാകുന്നത്. രാത്രി മുഴുവനും തിരച്ചിൽ നടത്തിയിട്ടും കാണാതിരുന്ന കള്ളൻ രാവിലെ റെയിൽവേ സ്റ്റേഷനിലിരിക്കുന്ന സമയത്ത് പോലീസ് പരിശോധന നടക്കുന്നത് കണ്ടതോടെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് 11:30-ഓടെയാണ് ഇയാളെ പിടികൂടുന്നത്. ഇയാളുടെ ബാഗിൽ നിന്നും വാതിലുകളും പൂട്ടും തുറക്കുന്ന ആയുധങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തി. ഓടി രക്ഷപ്പെട്ട ഇയാൾ തുടർന്ന് അടിപ്പാതയ്ക്ക് സമീപമുള്ള വീട്ടിലെ വാഴത്തോട്ടത്തിൽ കയറുന്നതിനിടെ നാട്ടുകാരുടെ സഹായത്തോടെയാണ് പോലീസ് പിടികൂടിയത്. വെള്ളൂരിൻ്റെ പരിസര പ്രദേശങ്ങളിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഇങ്ങനെ കള്ളന്മാരുടെ ശല്യം സ്ഥിരമായിട്ടുണ്ട്. ഒരാളെ പിടിച്ചു എന്ന് പറയുന്നു. ഏതായാലും റെയിൽവേ സ്റ്റേഷനും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവരുടെ ശല്യം ഒരാളെ കൊണ്ട് അവസാനിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടെങ്കിൽ, ഇതുപോലെ ജനങ്ങളുടെ കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ജനദ്രോഹികളായിട്ടുള്ള ആളുകളെ പിടിച്ച് എടുക്കാൻ കഴിയും. അതിലിവിടെ വെള്ളൂരിലെ മിക്കവാറും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആപാലവൃദ്ധ ജനങ്ങളാണെന്ന് ഈ പകല് ഇയാളെ കണ്ടു എന്നറിഞ്ഞ് ഇവിടെ തെരുവിലിറങ്ങിയത്. അത് ഇയാൾക്ക് ഏറ്റുമാനൂർ, കായംകുളം, കോട്ടയം ഈസ്റ്റ് തുടങ്ങി വിവിധ സ്റ്റേഷനുകളിൽ നിരവധി മോഷണ കേസുകൾ ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു. റെയിൽവേ സ്റ്റേഷന് സമീപം ഇറങ്ങി പരിസരത്ത് മോഷണം നടത്തി ട്രെയിനിൽ അടുത്ത സ്ഥലത്ത് മോഷണത്തിനായി പോകുകയാണ് ഇയാളുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. തുടർന്ന് ഇയാളെ വെള്ളൂർ സ്റ്റേഷനിൽ എത്തിച്ചു. 26-ൽ പരം മോഷണ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. വെള്ളൂർ SH മുഹമ്മദ് നിസാർ, സബ് ഇൻസ്പെക്ടർമാരായ കോളിൻസ്, വിശ്വനാഥൻ, CN ഹർഷകുമാർ, CPOമാരായ ജോസ് കിഷോർ, അരുൺ MS, സഗീഷ്, ശ്യാംകുമാർ, പ്രവീൺ കുമാർ, സാം, അഖിൽദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. സിറ്റി മീഡിയ, വൈക്കം. കഴിഞ്ഞ 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള രശ്മി ഫാഷൻ ജ്വല്ലറിയുടെ നവീകരിച്ച ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം, ഒന്നര ഗ്രാമിലുള്ള ലേഡീസ് മാലകളും കൈച്ചെയിനുകളും, കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വിവാഹാഭരണ സെറ്റുകൾ, 500, 1000, 2000 മാസ തവണകളിൽ 1 വർഷത്തെ സമ്പാദ്യ പദ്ധതി. പഴയ സ്വർണ്ണാഭരണങ്ങൾ വിലക്കെടുക്കുന്നു. രശ്മി ഫാഷൻ ജ്വല്ലറി, പടിഞ്ഞാറേനട, വൈക്കം.